എന്റെ പഞ്ചായത്ത് പോകുന്നത് വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രസിഡന്റ് വിനയൻ ഉണ്ട്. നമസ്കാരം ശ്രീ വിനയൻ. നമസ്കാരം. മീനങ്ങാടി പഞ്ചായത്താണെങ്കിലും ദിനംപ്രതി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലയ്ക്കാണ് പ്രത്യേകമായിട്ടും ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ആരോഗ്യ മേഖലയിലെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വളർച്ച പ്രാപിക്കുന്ന ഘട്ടം മുതൽ വാർദ്ധക്യം വരെ വിവിധ ഘട്ടങ്ങളിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണ്. പോഷകാഹാര കുറവുള്ള കുട്ടികളുടെ പോഷകാഹാര കുറവ് പരിഹരിക്കുന്നതിനു വേണ്ടി ഓരോ പ്രദേശങ്ങളിലും പ്രാദേശിക പരിശോധനകൾ നടത്തി അത്തരം കുട്ടികളെ കണ്ടെത്തി അവർക്ക് പോഷകാഹാരങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. തിളപ്പിച്ച പാലും പുഴുങ്ങിയ മുട്ടയും ആശാവർക്കർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ അത്തരം കണ്ടെത്തിയ കുട്ടികൾക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയിൽ തുടങ്ങി അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം ലക്ഷ്യമാക്കിക്കൊണ്ട് അതുപോലെ അമ്മയ്ക്ക് പോഷകാഹാരം നൽകുന്നത്, പ്രത്യേകിച്ച് വർത്തമാന കാലത്ത് ജീവിതശൈലി രോഗങ്ങൾ, മനുഷ്യന്റെ ജീവിതചര്യ മാറിയതോടുകൂടി വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗ പ്രതിരോധത്തിനായി ആയുർ ആരോഗ്യ സൗഖ്യം എന്ന് പേരിട്ട് പഞ്ചായത്തിന് 19 വാർഡുകളാണുള്ളത്. ആ 19 വാർഡുകളിൽ ഒരു ഡോക്ടർ, ഒരു ഫാർമസിസ്റ്റ്, ഒരു നഴ്സ്, ഒരു ഡയറ്റീഷ്യൻ ഇവരുടെ നേതൃത്വത്തിൽ എല്ലാ ആഴ്ചകളിലും ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ആളുകളുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് ഇത്തരം കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുകയും മരുന്ന് ആവശ്യമുള്ളവർക്ക് മരുന്നും ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തേണ്ടവർക്ക് ഡയറ്റീഷ്യന്റെ നേതൃത്വത്തിൽ അത്തരം നിർദ്ദേശങ്ങളും അല്ലാത്തവർക്ക് വ്യായാമവും യോഗ മുതലായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അത്തരത്തിലൊരു പദ്ധതി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നു. അതോടൊപ്പം 60 വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് ആയുർവേദത്തിൽ വയോജന ആരോഗ്യം ലക്ഷ്യമിട്ടുകൊണ്ട് നിലവിൽ ഏതാണ്ട് 6000-ഓളം ആളുകൾ ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അങ്ങനെ ചെറുതും വലുതുമായ വിവിധങ്ങളായ പദ്ധതികൾ ആരോഗ്യ മേഖലയിൽ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിൽ തന്നെ വിവിധ പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ പാർക്ക്, പച്ചത്തുരുത്ത്, ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതികളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്? മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പാരിസ്ഥിതിക സംരക്ഷണ പ്രവർത്തനങ്ങളിൽ എന്നും പ്രത്യേക താല്പര്യം കാണിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ്. തരിശു കിടന്ന 35 ഏക്കർ ഭൂമി തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടു കൂടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് അതൊരു സ്വാഭാവിക വനമാക്കി മാറ്റുന്ന ബൃഹത്തായ പദ്ധതിയിൽ തുടങ്ങി നമുക്കറിയാം കാർബൺ തുലിത പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു പഞ്ചായത്ത് എന്ന നിലയിൽ ഓക്സിജൻ പാർക്ക് ഏറ്റവും കൂടുതൽ കാർബൺ ആഗീകരണ ശേഷിയുള്ള വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് മുള. ഏതാണ്ട് 30 മുതൽ 35% വരെ കാർബൺ ഡയോക്സൈഡ് സ്വാംശീകരിച്ച് ഓക്സിജൻ പുറത്തുവിടാനുള്ള ശേഷി മുളകൾക്കുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഓക്സിജൻ പാർക്ക് ഗ്രാമപഞ്ചായത്തിന്റെ സബ് ഹെൽത്ത് സെന്ററിനോട് അനുബന്ധമായി ഏതാണ്ട് 55ഓളം സ്ഥലത്ത് വ്യത്യസ്ത തരങ്ങളിലുള്ള ഏതാണ്ട് 140ഓളം മുളകൾ നട്ടുപിടിപ്പിച്ച് അവിടെ അതിന്റെ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്തു വരുന്നത്. അതോടെ മണിവയൽ അടക്കം പല പ്രദേശങ്ങളിലായി ചെറുതും വലുതുമായ പച്ചത്തുരുത്തുകൾ, ഒരു ഭാഗത്ത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പച്ചപ്പ് നഷ്ടപ്പെട്ട് പോകുന്ന വർത്തമാന കാലത്ത് അതിന്റെ നിലനിൽപ്പിന് വേണ്ടി അതോടൊപ്പം തന്നെ കാവ് സംരക്ഷണ പ്രവർത്തനങ്ങൾ, പച്ചത്തുരുത്തുകൾ അതിനോടനുബന്ധമായി ജൈവ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാവ് സംരക്ഷണവും നടപ്പിലാക്കി വരികയാണ്. തീർച്ചയായിട്ടും നിരവധി പട്ടികവർഗക്കാർ താമസിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അവർക്കുള്ള ഉന്നമനത്തിനുള്ള വികസന പദ്ധതികൾ എന്തൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? ഒരു ഭാഗത്ത് സ്വാഭാവികമായി നമ്മൾ നടപ്പിലാക്കി വരാറുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പാർപ്പിട പദ്ധതി അത് ഒരു ഭാഗത്ത് നടന്നു വരുന്നു. അതോടൊപ്പം അവർക്ക് സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ അതിന് ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ രൂപപ്പെടുത്തി വരുന്നു. പഠിക്കാൻ മിടുക്കരായ ഉന്നത വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ നേടിയിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി 105 ലാപ്ടോപ്പുകൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസമാണ് വിതരണം ചെയ്തത്. സാമൂഹിക പിന്നോക്കാവസ്ഥയും സാമ്പത്തിക പിന്നോക്കാവസ്ഥയും കാരണം പുതിയ കാലത്ത് പാഠപുസ്തകങ്ങൾക്കപ്പുറം റഫറൻസ് മറ്റനുബന്ധ ആവശ്യങ്ങൾക്ക് ലാപ്ടോപ്പ് ഒരു അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. പണമില്ല എന്നുള്ളത് കൊണ്ട് ഒരു കുട്ടിയുടെ പോലും ഉന്നത പഠനം
അതിനൊരു ഭംഗം സംഭവിക്കരുത് എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുട്ടികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആരോഗ്യരംഗത്തെ പോഷകാഹാര വിതരണത്തിലെ ഒരു വലിയ പങ്ക് നമ്മൾ അഡ്രസ് ചെയ്യുന്നത് പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെയാണ്. അത്തരം ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങളും ഈ മേഖലയെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ട് നിലവിൽ നടപ്പിലാക്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും പഞ്ചായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുടിവെള്ളക്ഷാമം രൂപപ്പെടുന്നുണ്ടോ? ഈ ഒരു കുടിവെള്ളക്ഷാമം ഉണ്ടാകുമ്പോൾ പഞ്ചായത്ത് എത്രത്തോളമാണ് ആ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് പരിഹാരം കണ്ടെത്തുന്നത്? മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ ചില പ്രദേശങ്ങളിൽ വരൾച്ച കാലത്ത് ജല ദൗർബല്യം നേരിടുകയും വാഹനങ്ങളിൽ ജലം എത്തിക്കേണ്ടതായ ഒരു സാഹചര്യവും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇപ്പൊ പുതിയതായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹകരണത്തോടു കൂടി നമുക്ക് ലഭ്യമായ ജലജീവൻ പദ്ധതി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ വെള്ളം ആവശ്യമുള്ള മുഴുവൻ വീടുകളിലും പൈപ്പ് മുഖാന്തരം വെള്ളം എത്തിക്കാൻ അതിലേതാണ്ട് ഒരു 90% വീടുകളിലെയും പൈപ്പ് കണക്ഷൻ ഇതിനോടകം ചാർജ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളിടത്ത് മെയിൻ പൈപ്പ് ലൈനിന്റെയും അല്ലെങ്കിൽ വീടുകളിലേക്കുള്ള സപ്ലൈ പൈപ്പ് ലൈനിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ലക്ഷ്യം വെച്ചത് ഈ ഏപ്രിൽ മെയ് വെള്ളത്തിന് ഏറ്റവും കൂടുതൽ ദൗർബല്യം നേരിടുന്ന സമയത്തിനുള്ളിൽ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതിലൊരു 90-95% ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന് ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. ഒരു മാസം കൊണ്ട് എല്ലാ ആവശ്യമുള്ള സ്വന്തമായി ജലസ്രോതസ്സുകളില്ലാത്ത, വെള്ളത്തിന് മാർഗമില്ലാത്ത എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കാൻ ഈ വരും ഒരു മാസത്തോടുകൂടി കഴിയും എന്ന് വിചാരിക്കുകയാണ്. അതുവഴി വെള്ളത്തിന് വേണ്ടി വെള്ളം കൊണ്ടുവരുന്ന വാഹനം പാത്രവും എടുത്ത് അത്തരം വാഹനങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ കഴിയും. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്ത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വൈവിധ്യമാർന്ന എന്തൊക്കെ പരിപാടികളാണ് ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്നത്? മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ ഗ്രാമപഞ്ചായത്തിന്റെ ജാഗ്രത സമിതി സ്ത്രീ സമത്വം, ലിംഗസമത്വം മുറുകെ പിടിച്ചുകൊണ്ട് സ്ത്രീകൾക്കെതിരെ ഉയർന്നു വരുന്ന ചെറുതും വലുതുമായ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി വളരെ ക്രിയാത്മകവും ശാസ്ത്രീയവുമായി അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും, സംസ്ഥാന വനിതാ കമ്മീഷൻ ഏർപ്പെടുത്തിയ മികച്ച ജാഗ്രതാ സമിതിക്കുള്ള 2 പുരസ്കാരങ്ങളാണ് സംസ്ഥാനത്ത് ഇതിനോടകം വിതരണം ചെയ്യപ്പെട്ടത്. ആ 2 പുരസ്കാരങ്ങളും നേടിയത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തായിരുന്നു. അത് ആ മേഖലയോട് ഈ പഞ്ചായത്ത് കാണിക്കുന്ന ഒരു പ്രത്യേക താല്പര്യത്തിന്റെയും ഒരു പ്രത്യേക കരുതലിന്റെയും ഒക്കെ ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ അത്തരം പുരസ്കാരങ്ങളെ നോക്കിക്കാണുന്നത്. വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച സ്ത്രീകളെ അംഗീകരിക്കാൻ വൈമനസ്യമുള്ള ഒരു സമൂഹത്തിൽ അത്തരം ആളുകളെ അവരുടെ നേട്ടങ്ങളെ ചേർത്ത് പിടിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും അടുത്ത ദിവസമാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി മുഖ്യ അതിഥിയായിക്കൊണ്ട് ഏതാണ്ട് 400ഓളം വരുന്ന വനിതകൾ പങ്കെടുക്കുന്ന ഷീ ദ പവർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം സാമ്പത്തിക ശാക്തീകരണമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനം എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനത്തിന്റെ സാമ്പത്തിക ശാക്തീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി 50 ലക്ഷം രൂപ ചെറുതും വലുതുമായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനു വേണ്ടി മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ വനിതകളുടെ സ്വയം സഹായ ഗ്രൂപ്പുകൾക്ക് ഇതിനോടകം നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞു. അതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാകാൻ തയ്യാറായി വരുന്ന 3 അല്ലെങ്കിൽ 5 ആളുകളുള്ള ആളുകൾക്ക് വർക്ക് ഷെഡുകൾ അടക്കം നിർമ്മിച്ചു കൊടുത്ത് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ എളിയ ചുവടുവെപ്പുകൾ നടത്താൻ ഗ്രാമപഞ്ചായത്തിനെ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ടത് മികച്ച ഹരിതകർമ്മ സേനകളൊക്കെ ഉള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. ഈ ഹരിതകർമ്മ സേന അംഗങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഏകോപിപ്പിക്കുന്നത്? കേരളത്തിന്റെ അജൈവ മാലിന്യ സംസ്കരണത്തിൽ ഹരിതകർമ്മ സേന വഹിക്കുന്ന ഒരു പങ്ക് എടുത്തു പറയേണ്ടതാണ്. മീനങ്ങാടിയിൽ ഹരിതകർമ്മ സേനയെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് പരിധിയിലെ 9,000 വീടുകളുള്ളതിൽ 9,000 വീടുകളിലും വാതിൽപ്പടി മാലിന്യ ശേഖരണം വളരെ കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നുണ്ട്. അവർക്ക് വലിയൊരു പിന്തുണ ആരംഭഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ വർഷം പിന്നിടും തോറും എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ സഹകരണം അതിൽ ലഭിക്കുകയുണ്ടായി. നിലവിൽ 100% വീടുകളിൽ നിന്നും 100% യൂസർ ഫീ ലഭിക്കുകയും എല്ലാ വീടുകളിലും വാതിൽപ്പടിയിൽ സേവനം നൽകുവാനും ഹരിതകർമ്മ സേനയെ കൊണ്ട് സാധിക്കുന്നു. അത്തരം വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ അതാത് വാർഡുകളിൽ തന്നെ
ഒരു വാർഡിൽ ശരാശരി 5 മുതൽ 6 വരെ മിനി MCFകൾ സ്ഥാപിച്ചുകൊണ്ട് അത്തരം മിനി MCFകളിൽ ശേഖരിക്കുകയും സംഭരിക്കുകയും തുടർന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഗ്രാമപഞ്ചായത്ത് തന്നെ അവർക്ക് വാങ്ങി ലഭ്യമാക്കിയ വാഹനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് മിനി MCFൽ നിന്നും പഞ്ചായത്തിന്റെ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ കേന്ദ്രം അഥവാ MCFലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും അവിടെ അത്തരം പ്ലാസ്റ്റിക്കുകൾ പൊടിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായി ഷ്രെഡിംഗ് മെഷീൻ ഉണ്ട്. അത്തരം പ്ലാസ്റ്റിക്കുകൾ അസംസ്കൃത വസ്തുക്കളായി മറ്റിതര സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് വേണ്ടി അത് ബെയിൽ ചെയ്ത് ബണ്ടിൽ ചെയ്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് നിലവിൽ സ്വന്തമായി ബെയിലിംഗ് മെഷീൻ ഉണ്ട്. മാലിന്യം ശാസ്ത്രീയമായി തരംതിരിക്കുന്നതിന് ആവശ്യമായ മേശയും അനുബന്ധ സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ ക്രമപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഒരു കുറി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഹരിതകർമ്മസേനയ്ക്കും പലകുറി ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിതകർമ്മസേനയ്ക്കുമുള്ള പുരസ്കാരങ്ങൾ മീനങ്ങാടിയെ തേടിയെത്തുകയുണ്ടായി. അതോടൊപ്പം അവർക്കൊരു അധിക വരുമാനം എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ ഹോട്ടൽ മീനങ്ങാടി ഹരിതകർമ്മസേന കൺസോർഷ്യമാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ തന്നെ കഫ്റ്റീരിയ ബസ് സ്റ്റാൻഡിനോടനുബന്ധമായി ആളുകൾ വരികയും റെസ്റ്റോറന്റ് പോലെ പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്ത് കഫ്റ്റീരിയയുടെ ചുമതലയും ഹരിതകർമ്മസേനയ്ക്ക് തന്നെയാണ്. ഏറ്റവും അടുത്ത ദിവസം ഗ്രീൻ സെന്റർ, അതായത് പുനരുപയോഗ സാധ്യതയുള്ള LED ബൾബുകൾ റിപ്പയർ ചെയ്ത് കൊടുക്കപ്പെടുന്ന ഒരു കേടായ LED ബൾബുമായി ഒരാൾ ആ സെന്ററിൽ എത്തിയാൽ അത് മാറ്റി അതിന് വേണ്ടുന്ന അസംസ്കൃത വസ്തുക്കളുടെ പണം മാത്രം കൊടുത്താൽ, ഒരു 16 വാട്ട്സ് LED കേടായാൽ 40 രൂപ കൊടുത്താൽ അത് റിപ്പയർ ചെയ്ത് അതിന്റെ നഷ്ടപ്പെട്ട 15 രൂപ മുതൽ 25 രൂപ മുതൽ 40 രൂപ വരെ, പൂർണ്ണമായി നഷ്ടപ്പെട്ടാൽ 40 രൂപയും അതിന്റെ ചിപ്പോ കാർഡോ എന്തെങ്കിലുമാണ് പോയിട്ടുള്ളതെങ്കിൽ 15 രൂപയും അത്തരത്തിൽ മാറ്റി കൊടുക്കാൻ കഴിയുന്ന, അതുപോലെ ഡ്രസ്സ് സ്വാപ്പ് ചെയ്യാൻ കഴിയുന്ന, ഫിറ്റ് അല്ലാത്തത് കൊണ്ട് ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും വാങ്ങിയ ആളെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗപ്രദമല്ലാത്ത അത്തരം ഡ്രസ്സുകൾ മറ്റൊരാൾക്ക് സ്വാപ്പ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സ്വാപ്പ് ഷോപ്പ് എന്ന തരത്തിലുള്ള ഒരു ക്രമീകരണവും ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഏറ്റവും അടുത്ത ദിവസം പുതിയതായി തുറന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. അവർ ഏതാണ്ട് ശരാശരി ഒരു മാസം 12,500 രൂപ മുതൽ 15,000 രൂപ വരെ ഓരോ മാസവും 39 ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് വരുമാനദായകമാകുന്ന രീതിയിലും ഓണത്തിനും വിഷുവിനുമെല്ലാം 5,000 രൂപ വീതം ബോണസ് അനുവദിക്കാൻ കഴിയുന്ന രീതിയിൽ ഏറ്റവും അടുത്ത ദിവസം കൊച്ചിയിൽ ഉല്ലാസ കപ്പൽ യാത്രയടക്കം നടത്തി അവരുടെ മാനസിക ഉല്ലാസവും സാമ്പത്തിക ഉന്നമനവും അതോടൊപ്പം തന്നെ മീനങ്ങാടിയുടെ ശുചിത്വവും ഉറപ്പാക്കുന്ന തരത്തിലേക്ക് മീനങ്ങാടിയിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കുവച്ചത്. നന്ദി ശ്രീ വിനയൻ.